സാറേ, പാരീസിൽ നടന്ന റെയിൽവേ അട്ടിമറിക്ക് പിന്നിൽ ഇടതുപക്ഷമാണെന്ന് ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. വാസ്തവമുണ്ടോ? ഇത് അഭ്യൂഹം മാത്രമല്ല. അവിടുത്തെ ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡർമാനിൻ ഇന്നലെ വെളിപ്പെടുത്തി ഈ പാരീസിലെ റെയിൽവേ അതിഭീകരമായ അട്ടിമറി ഗ്രാമങ്ങളിലും കൂടി നടത്തിയ അട്ടിമറിയാണ്. അത് ചെയ്തിരിക്കുന്നത് തീവ്ര ഇടതുപക്ഷം ആണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഫ്രാൻസിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ വെളിപ്പെടുത്തി. പക്ഷേ ആ തീവ്ര ഇടതുപക്ഷത്തിന് സഹായം ചെയ്യുന്ന വേറെ ബാഹ്യശക്തികളുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല ഇടതുപക്ഷം അല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആ ബാഹ്യശക്തി ആരാണ്? റഷ്യയാണോ എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നിൽ വേറെ ചിലർ. പക്ഷേ അവർ കാര്യങ്ങൾ ചെയ്തത് കൃത്യമായിട്ടാണ്. അവരവരുടെ ലക്ഷ്യം കണ്ടു. അവരത് മുറിക്കുന്നതിലൊക്കെ വിജയിച്ചു. പക്ഷേ മൊത്തത്തിൽ ഈ ഉദ്ഘാടന മഹാമഹം അലങ്കോലമാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് നടന്നില്ല. ഭാഗികമായി നടന്നു എന്ന് പറയാം. എന്നിട്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഇത് അവരുടെ സ്ഥിരം രീതിയാണ്. അവർ സ്വയം ചെയ്തതാകാം, അവരെ കൊണ്ട് ചെയ്യിച്ചതുമാകാം. ഇനി നമ്മൾ ജാഗ്രത പുലർത്തണം. ഇവരെ, ഈ ഇടതുപക്ഷത്തിനെ നിങ്ങൾ ഈ അട്ടിമറിയൊക്കെ നടത്തൂ എന്ന് സമീപിക്കാൻ കഴിയുന്ന ശക്തികൾ വേറെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇടതുപക്ഷം അട്ടിമറിക്ക് തയ്യാറാണ്. തള്ളിക്കൊടുക്കണം, സഹായം കൊടുക്കണം, പിന്നെ സാമ്പത്തിക സഹായമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വരാനായിട്ട് കാത്തിരിക്കുന്ന കൂട്ടരാണ് അവിടുത്തെ ഇടതുപക്ഷം. ഈ ഞായറാഴ്ച ഈ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകനെ ഇതുമായി ബന്ധപ്പെട്ട് നോർമൻഡിയിലെ ഓയ്സലിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ തീവ്ര ഇടതുപക്ഷ സാഹിത്യം പിടിച്ചെടുത്തിട്ടുണ്ട്, പുസ്തകങ്ങൾ. ഇയാളുടെ വാഹനത്തിൽ ഈ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തും തുറക്കാൻ കഴിയുന്ന ഈ താക്കോൽ കൂട്ടം കിട്ടി. ഇയാളുടെ കയ്യിൽ SNCF, അതായത് അവിടുത്തെ റെയിൽവേ ലൈനിൻ്റെ ഓഫീസ് ഉണ്ടല്ലോ, ഈ ഓഫീസ് തുറക്കാനുള്ള താക്കോലും ഉണ്ടായിരുന്നു ഈ തീവ്ര ഇടതുപക്ഷം പിടിക്കപ്പെട്ടവൻ്റെ കയ്യിൽ. അപ്പോൾ അയാളിൽ നിന്നും കുറേ സൂചനകളൊക്കെ കിട്ടുമല്ലോ. ഒരു 150 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അതിനും പുറമെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും കേബിള്, ഓപ്റ്റിക്കൽ ഫൈബർ, മറ്റേ ഫൈബർ കേബിള് മുറിക്കാനുള്ള ശ്രമം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ പുലർച്ചെ 1 മുതൽ 3 വരെ ഇത് ഓപ്റ്റിക്കൽ ഫൈബർ കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. 10,000 വരിക്കാരുടെ ഇന്റർനെറ്റ് സ്പീഡ് വല്ലാതെ അങ്ങ് കുറഞ്ഞുപോയി. ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിലായിപ്പോയി. ഓറഞ്ച് എന്ന് പറഞ്ഞ മറ്റേ ഇന്റർനെറ്റ് കമ്പനി ഉണ്ടല്ലോ, ആ ഓറഞ്ച് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒളിമ്പിക്സിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ആ ഓറഞ്ചിനെ ഇത് അഫക്റ്റ് ചെയ്തിട്ടില്ല. അവർ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 6 മേഖലകളിലാണ് വീണ്ടും അട്ടിമറി ശ്രമം നടന്നത്. അതിന് ഈ കോടാലി, ഗ്രൈൻഡർ ഇതൊക്കെ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്, ഇത് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ കഴിഞ്ഞ വീക്കെൻഡിൽ, വാരാന്ത്യത്തിൽ പല മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇമെയിൽ കിട്ടിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ദേശീയതയുടെ ആഘോഷമാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സംഘടന ഉത്തരവാദിത്തം ഏൽക്കുന്ന മട്ടിലാണ് മെയിൽ. പക്ഷെ അത് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് സംഘടനയുടെ പേര് പറയാത്തത്. 150 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇടതുപക്ഷത്തിന്റെ വേലയാണ് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ ഫ്രാൻസിൽ ഈ ഇടതുപക്ഷം ഇത് ചെയ്യുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഫ്രാൻസിൽ ഇടതുപക്ഷം
പ്രധാനമന്ത്രി മറ്റേ വേണമെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാം. ഇപ്പൊ കാവൽ പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് തീവ്ര വലതുപക്ഷം മേൽക്കൈ നേടിയതാണ്. യൂറോപ്യൻ പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ തിരക്കേടില്ലാതെ. അത് കഴിഞ്ഞിട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഫ്രാൻസിലെ. ആ തെരഞ്ഞെടുപ്പിലും തീവ്ര വലതുപക്ഷം, കാരണം ഈ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം കുറെ മുസ്ലിം വിരുദ്ധതയുണ്ട് യൂറോപ്പിൽ. അതുകൊണ്ടാണ് തീവ്ര വലതുപക്ഷം മുന്നിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ തീവ്ര വലതുപക്ഷം തന്നെ മുന്നിട്ട് വരും എന്ന് കണ്ടപ്പോഴാണ് ഈ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്, ഈ ഇടതുപക്ഷത്തിനെല്ലാം തടുത്തു കൂട്ടി ഒരു സഖ്യം, ഒരു തീവ്ര ഇടതുപക്ഷ സംഘത്തിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി ഇടതുപക്ഷം. ഇനിയപ്പോ ഈ മാറ്റി നിർത്തിയ തീവ്ര ഇടതുപക്ഷമാണോ ഇവരിപ്പോ പറയുന്ന തീവ്ര ഇടതുപക്ഷം? അതും പറയാൻ പറ്റില്ല അല്ലേ? അത് പറയാൻ പറ്റില്ല. ആരോപണത്തിന്റെ ഒരു നിഴൽ ഉണ്ട്. അതെ. അപ്പോ അതുകൊണ്ട് ഇടതുപക്ഷവും ആകാം എന്നുള്ള അവസ്ഥയുണ്ട്. ഒരു അതിതീവ്ര ഇടതുപക്ഷം ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ഫ്രണ്ട്, ഒരു സഖ്യമായിട്ടാണ് നിന്നത്. അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ അവരിത് വഷളാക്കണോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അല്ലാത്ത തീവ്ര ഇടതുപക്ഷവും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇടതുപക്ഷം റെയിൽവേ അട്ടിമറിച്ചതിന് നേരത്തെയുള്ള മുൻ വർഷങ്ങളിലും വേണ്ടത്ര ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. 2018 ഇടതുപക്ഷത്തെ 8 പ്രവർത്തകരെ, ഇടതുപക്ഷ പ്രവർത്തകരെ ഇങ്ങനത്തെ ഒരു അട്ടിമറി ശ്രമത്തിന് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോടതി അവരുടെ പേരിൽ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് ചെയ്തത്. അവർ ഓപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ് അന്നും കത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അന്ന് ചെയ്തതിന് സമാനമായ കാര്യമാണ് ഇന്ന് സംഭവിച്ചതെന്നുള്ളത് ആദ്യമേ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജർമ്മനിയിൽ ഹാംബർഗിൽ ഇടതുപക്ഷം ഈ ശ്രമം നടത്തിയിരുന്നു. അന്ന് ഇടതുപക്ഷം അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. റെയിൽവേ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ്, ഒരു മുതലാളിത്ത അടിസ്ഥാന സൗകര്യ സംവിധാനമാണ് റെയിൽവേ എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സാധാരണക്കാർ സഞ്ചരിക്കുന്നതാണ്. കുറച്ചുകൂടെ പൈസ കുറവുള്ള ഒരു അതപ്പോൾ ഇവിടുത്തെ നക്സലൈറ്റുകളൊക്കെ പറയില്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതലാളിത്ത സംവിധാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മുമ്പ് ധർണയൊക്കെ നടത്തിയിരുന്നില്ലേ, അതുപോലെ ആയിരിക്കും ഇവർ ഈ പറഞ്ഞിരുന്നത്. ഈ റെയിൽവേ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് എന്നവരെ ഇടതുപക്ഷ ഒരു സൈറ്റിൽ പറഞ്ഞിരുന്നു. പിന്നെ ഇത്തവണ സംശയിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ സ്വാധീനം ഇല്ലാത്ത മേഖലകളിലും ഈ റെയിൽവേ ഈ ഓപ്റ്റിക്കൽ ഫൈബർ ലൈനുകൾ വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് ഇതിനി ഇറാന്റെ സ്വാധീനത്തിൽ വന്നതാണോ എന്നുള്ള സംശയമാണ്. ഇനിയിപ്പോൾ ബാഹ്യ സ്വാധീനം ഉണ്ട് എന്ന് പറഞ്ഞത്, ഇനി അതിപ്പോൾ ഇറാന്റെ ആണോ മോസ്കോയുടെ ആണോ എന്നുള്ളതും വ്യക്തമായിട്ടില്ലല്ലോ. കാശ് കൊടുത്താൽ എന്തും ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ള നാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഇവര് ഈസ്റ്റ് ലണ്ടനിലെ ആക്രമണം, പോളണ്ടിലെ മാൾ അഗ്നിബാധ, ബവേറിയയിലെ ആക്രമണം, പാരീസിൽ നടന്ന ഇസ്രയേൽ വിരുദ്ധ ചുമരെഴുത്ത്, ഇതൊക്കെ മോസ്കോ ഇടപെട്ടിട്ട് നടന്നതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷം പലതോടെ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ഫ്രഞ്ച് പോലീസ് കിറിൽ ഗ്രിയാസ്നോവ് എന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 40 വയസ്സുണ്ട്. അയാൾ റിയാലിറ്റി TV താരമാണ്. ഈ റഷ്യയുടെ FSB ചാര സംഘടനയിലെ അംഗമാണ്. അപ്പോൾ ഈ കിറിൽ ഗ്രിയാസ്നോവിനെ അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ തീവ്ര ഇടതുപക്ഷത്തിന് സഹായിച്ചിരിക്കുന്നത് റഷ്യ ആണ് എന്നുള്ള സംശയം ഉള്ളത്. ഇസ്രയേലാണ് ഇത് ചെയ്തത് ഇറാനായിരിക്കും എന്ന് പറഞ്ഞത്. അവർക്ക് ഇറാനാണെന്ന് പറയാനായിട്ട് അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഫ്രാൻസിൻ്റെ റഷ്യയിലെ മുൻ സ്ഥാനപതി റാങ് ദി ഗ്ലിയാൻസ്റ്റിൻ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് റഷ്യ ചെയ്തതാകാനാണ് സാധ്യത എന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് ഈസ്റ്റ് ലണ്ടൻ, പോളണ്ടിൽ, ബവേറിയ ഇവിടെയൊക്കെ നടന്ന റഷ്യയുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നത്.
അപ്പോൾ ഇതിപ്പോൾ ഇടതുപക്ഷമാണ് റെയിൽ ശൃംഖല കൈകാര്യം ചെയ്തത്, ഇതൊരു ജിഹാദി ആക്രമണമല്ല എന്ന വിലയിരുത്തലിലാണ് ഫ്രാൻസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.